ഓക്കെ ഓക്കെ ബൈ 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 ഓക്കെ ബൈ. ഓട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാവരും മൊബൈൽ മോട്ടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരാണ് ഇവിടെ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തിരക്കില്ലാത്തൊരു ജനറൽ ബോഗിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇതിൽ മൊത്തം 4 ജനറൽ. നമ്മളിപ്പോൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് പോകുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പണ്ട് നമ്മൾ സൈക്കിൾ ചവിട്ടിയ വഴിയൊക്കെയാണ്. അപ്പോൾ അതിപ്പോഴും പണി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 8ാമത്തെ നമ്പറാണ് ഹണ്ടിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ 9ാമത്തെ ആയുധം പറയുമ്പോൾ അത് മൾട്ടി. നമ്മൾ ഇന്ന് ഗുവാഹട്ടിയോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ദീമാപൂരിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ജനറൽ ബോഗി വഴിയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ജനറൽ ബോഗിയിൽ എങ്ങനെയാണ്, ആൾക്കാർ തിരക്കുണ്ടോ, വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ ഫുഡും കഴിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചാൽ നമ്മൾ ഇന്നലത്തെ കടയിൽ നിന്നാണ്. നമ്മുടെ ഇന്നലത്തെ ബ്ലോഗ് കണ്ടവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു അങ്കിളും ഒരു ആൻറ്റിയും ഉണ്ട്. അവർ അടിപൊളിയാണ്. എന്നാലും നമുക്ക് നേരെ അവിടെ പോയിട്ട് കാണാം. മിക്കവാറും നമ്മൾ ഫുഡ് കഴിച്ചിട്ടേ പോകും. പറ്റുകയാണെങ്കിൽ ഞാൻ ആ കഴിക്കുന്ന ഫുഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രോ Nothing. I'm excited for Kohima. ये दूसरा अच्छा है. Oh, दूसरा अच्छा. बस बस. നമ്മളത് ഇന്നലെ ബസ് ഭയ്യ ബസ്. നമ്മൾ ഇന്നലെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നില്ലേ രാത്രി, അവിടെ തന്നെയാണ് ഇന്നും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോറുണ്ട്, പരിപ്പ് കറിയുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങും നമ്മുടെ സോയാബീനും വെച്ചിട്ടുണ്ടാക്കിയ എന്തോ കറിയുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തോരൻ. ഇവരുടെ കൂടുതലും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്നിയുണ്ട്. പിന്നെ ഇതെന്തോ സാധനമാണെന്ന് പിന്നെ ഇതെന്തോ സാധനമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അച്ചാറെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ വേറൊരു അച്ചാർ കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ കൂടുതൽ അച്ചാറും ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനത്തെ ഐറ്റംസാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫുഡൊക്കെ നമ്മൾ കഴിച്ചു നോക്കി കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. നമ്മളെ നാട്ടിലുള്ള പോലെ ഇവർ ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ കൂടുതൽ ഇവിടെ ആസാമിന് ശേഷമാണ് നമ്മൾ ഈ ചോറ് കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരെ കാണുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിക്കുന്നത്. നമ്മളവിടെ നമ്മുടെ ഗുരുദ്വാരയിൽ നിന്നില്ല. ആ സമയത്ത് ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരവും ഫുള്ള് ചപ്പാത്തി തന്നെയായിരുന്നു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പുള്ളിക്കാരനെ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. Because this my friend. Can you admission to you that you could be now this flat and the city? Second to you now. Okay? Yeah. Okay. സത്യം പറഞ്ഞാൽ എനിക്ക് ആ അങ്കിള് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല കേട്ടോ. രവി ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. താങ്ക് യു. सत्य भन्नुहुन्छ तपाई नेपाली हुनुहुन्छ नागरबिट्टा बेलाबाडी आई एम फ्रॉम केरला नो 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 वो मेरा दोस्त बोला है नो गलत आप गलत बोल रहे हैं आप गलत बोल रहे हैं नो मैन आई एम फ्रॉम केरला नहीं आई एम नेपाल आप भी नेपाल ओके भैया बाय बाय ओके बाय गाड़ी 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 നമ്മളിതിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത്. ഒരാൾക്ക് 30 രൂപ വെച്ചാണ് ആവുന്നത് കേട്ടോ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോകാനായിട്ട്. നമ്മുടെ ഫുഡ് കഴിച്ചില്ലേ ആ ഭാഗത്ത് നിന്ന്. എന്തായാലും ഞാൻ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വന്നത് ഇതാ കിടക്കുന്നില്ലേ, ആ ഓട്ടോറിക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളിവിടെ കാമാക്കിയ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രവി ബ്രോയുടെ ബാഗ് കണ്ടില്ലേ, അവൻ്റെ ബാഗ് എല്ലാം കൂടെ ഒരു 10-25 കിലോ അടുപ്പിച്ചുണ്ട് കേട്ടോ. നമ്മുടെ ബൽവീന്ദറിൻ്റെ അതിൻ്റെ പകുതിയേ ഉള്ളൂ. എൻ്റെത് ഏതാണ്ട് ഒരു 9 കിലോ അടുപ്പിച്ചാണ് എൻ്റെ ബാഗ് വരുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ രവിയെ സമ്മതിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റും തൂക്കിക്കൊണ്ടാവും നടക്കണം അവനെ സമ്മതിക്കണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ ഏതാണ്ട് 9 ബുക്കോളം ഉണ്ട്. അതാണ് ഇത്രയും വെയിറ്റ് കൂടെ ഉള്ള കാര്യം. പിന്നെ 2 ഡയറി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കണുണ്ട്. ഞാൻ പറഞ്ഞ് അതൊക്കെ ഒന്ന് ഒഴിവാക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കംഫർട്ടബിളായിട്ട് നടക്കാനൊക്കെ പറ്റൂ. അപ്പോൾ അവന് കാര്യം മനസ്സിലായി. പിന്നെ ഇതാണ് കാമാക്കിയ ജംഗ്ഷൻ എന്ന് പറയുന്നത്. കാമാക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. രാത്രി ആയതുകൊണ്ട് അന്ന് നമുക്ക് ഇവിടെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് വന്നപ്പോഴേ ഇവിടെ കള്ളന്മാരുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാവരും മൊബൈൽ മോട്ടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരാണ് ഇവിടെ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ നമ്മൾ അകത്ത് കയറുന്നില്ലേ, ആ ഒരു ഭാഗത്തായിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആൾക്കാരൊന്ന് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വെച്ചിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോസൊക്കെ ഒന്ന് നേരെ നോക്കണം. ഇവിടെ ഗുവാഹട്ടിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ മുഖമൊക്കെ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ട് നടക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ പോലീസൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ദീമാപൂരിലോട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് 3 പേർക്കും കൂടെ ടിക്കറ്റിൻ്റെ റേറ്റ് ആയിട്ടുള്ളത് 285 രൂപയാണ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ ജനറലാണ് പോകുന്നത്. നമ്മൾ ഏതാണ്ട് വൈകുന്നേരം സമയമാകുമ്പോൾ തന്നെ അവിടെ ദീമാപൂരിലെത്തും. അതുകൊണ്ടാണ് പിന്നെ ജനറൽ ടിക്കറ്റ് എടുത്തത്. പിന്നെ നിങ്ങൾക്ക് ജനറൽ ബോഗിയിലുള്ള വിശേഷങ്ങളും കാഴ്ചകളും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തിരക്കായിരിക്കും എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയില്ല. നമുക്ക് പിന്നെ ബാഗ് സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇവിടെ. എന്നിട്ട് മാത്രമേ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാൻ പറ്റൂ. പിന്നെ ഏത് പ്ലാറ്റ്ഫോം ആണെന്നാണ് ഒരു പിടിയില്ലാതെ. ഇപ്പോൾ സമയം ഏതാണ്ട് 2:36 ആയിട്ടുണ്ട്. 2:40 ട്രെയിനാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്ത് പോകാനുള്ള ട്രെയിൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ട്രെയിനിൻ്റെ അകത്ത് കയറണം, ബാഗ് എവിടെയെങ്കിലും ഒതുക്കി വെക്കാൻ നോക്കണം. അതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. എന്നിട്ട് സീറ്റ് പിടിച്ചാൽ മതിയില്ല. അപ്പോൾ വലിയ തിരക്കെന്ന് പറയില്ല കേട്ടോ ഈ ട്രെയിനിൻ്റെ അകത്ത്. നമുക്കൊരു ഏതാണ്ടൊരു 6-7 മണിക്കൂറോളം യാത്ര വരുന്നുണ്ട് ട്രെയിനിൽ അങ്ങോട്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് 8:40 ആയിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റിനകത്ത് ഈ കാമാക്യ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നതായിരിക്കും. നമുക്ക് സീറ്റ് ഉണ്ട് കേട്ടോ അകത്തിരിക്കാനായിട്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനും ബൽവീന്ദറും നമ്മുടെ ജനറൽ കോച്ചിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം കൂടെ ഒരു 6 മണിക്കൂറോളം യാത്ര ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ദീമാപൂർ എത്താനായിട്ട്. അപ്പോൾ ജനറൽ ബോഗിയാണ്. ഞാൻ നിങ്ങൾക്ക് ജനറൽ ബോഗിയൊക്കെ ഇന്നത് കാണിച്ചു തരാം. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ജനറൽ ബോഗിയിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇതിൽ മൊത്തം 4 ജനറൽ ബോഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ബൽവീന്ദർ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ബാഗിലാണ് നമ്മുടെ വാല്യുബിൾ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ രവി ആണെങ്കിൽ ഇവിടെ എവിടെ ഉണ്ട്, തിരക്കില്ല കേട്ടോ ഇവിടുത്തെ ജനറൽ ബോഗി. രവിയെ കാണാനില്ല, രവിയെ പോയി നോക്കണം. അതാ രവി ഇവിടെ ഉണ്ട്. ജനറൽ ബോഗിയിൽ തിരക്കെന്ന് പറഞ്ഞത് ഇല്ല കേട്ടോ ഇവിടെ നമ്മളെ കാമാക്കിയിൽ നിന്ന് നമ്മുടെ ദീമാപൂരിലോട്ട് പോകുന്ന വഴി. ഇനി തിരക്കോ കാര്യങ്ങളൊക്കെ കയറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം. പിന്നെ എന്താ പറയാം, ജനറൽ ബോഗിയിൽ ഞാനിതൊരു 5-6 പ്രാവശ്യമാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് UP-യിൽ കൂടെ ട്രാവൽ ചെയ്തപ്പോഴാണ് കേട്ടോ. ഒട്ടും വൃത്തിയില്ലാത്ത ട്രെയിനും എന്താ പറയുക ഭയങ്കര സ്മെല്ലും ആയിരുന്നു. പിന്നെ ഇത് വലിയ കുഴപ്പമില്ല, ഇവിടെ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല, സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. അതാണ് ഒരു ഉപകാരം വരുന്നത് നമുക്ക്. പിന്നെ ലോക്കൽ ട്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. ഈ ചായ വേണ്ട, ഈ നമ്മുടെ പപ്സ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ. പിന്നെ ഇത് ലോക്കൽ ട്രെയിനിൽ ഇവിടെ ഗുവാഹട്ടിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഗുവാഹട്ടി സ്റ്റേഷനെത്തി, മെയിൻ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് എത്രത്തോളം നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ അതാണ്ടില്ലേ 2 എഞ്ചിനും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട് ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡായിട്ട്. ഇവിടെ പിടിച്ചിടാൻ പറഞ്ഞിട്ട് കുറേ നേരമായി കേട്ടോ. ഇതുവരെയ്ക്കും ട്രെയിന് അവരിതുവരെയ്ക്കും എടുത്തില്ല. എനിക്ക് ഇവിടെ വന്നിട്ട് നമ്മളൊരു 1/2 മണിക്കൂറിൽ കൂടുതലായി അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ടൊരു 4 കറക്റ്റ് 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദീമാപൂർ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ദീമാപൂർ എത്തിയിട്ട് എന്തായാലും കാണാം. സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇപ്പം നിൽക്കുന്നത് ദീമാപൂരിലാണ് കേട്ടോ. അപ്പോൾ ദീമാപൂരിൽ നമ്മൾ ഒരു 2 മിനിറ്റ് മുമ്പേ എത്തിയിട്ടേ ഉള്ളൂ. ട്രെയിനിലാണെങ്കിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ജനറൽ ബോഗിയിലെ ഒരു തിരക്കോ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇരുന്ന് വരാനൊക്കെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. എന്താ പറയുക, നോർത്ത് ഈസ്റ്റിലോട്ട് ആൾക്കാരങ്ങനെ കുറവല്ലേ പറഞ്ഞത്, അതുകൊണ്ട് മാത്രമാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് താമസിക്കുന്നത് നമുക്ക് ഒരു പിടിയില്ല. എനിക്കും ഒരു പിടിയില്ല, നമ്മുടെ രവിക്കും ഒരു പിടിയില്ല, നമ്മുടെ ബൽവീന്ദറിനും ഒരു പിടിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു ഗുരുദ്വാരം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം പോയി നോക്കും. നമുക്ക് അവിടെ താമസിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ താമസിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ ടെൻ്റ് ഉണ്ട്, നമ്മുടെ രവി ബ്രോയിലയിൽ ടെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ടെൻ്റ് അടിച്ച് കിടക്കാനാണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യണത്. അപ്പോൾ നമ്മളിന്ന് രാത്രി എവിടെയാണ് നിൽക്കുന്നത് പോലും നമുക്കൊരു പിടിയില്ല. നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു നമ്മുടെ ഗുരുദ്വാരം ഉണ്ട്. അപ്പോൾ ഗുരുദ്വാരം അന്വേഷിച്ച് ഞാനും രവിയും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ബൽവീന്ദർ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കടകൾ മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ ഈ ഫുഡ് കഴിക്കാനും. പിന്നെ നമ്മുടെ ഈ സ്നാക്സൊക്കെ വാങ്ങിക്കുന്ന കടകളൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ റോഡൊക്കെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര മോശമാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞത് ബോർഡറാണ്, നമ്മുടെ നാഗാലാൻഡിൻ്റെയും ആസാമിൻ്റെയും ബോർഡർ വരുന്ന ഭാഗമാണ്. അതാണ്
ഇത്രയും മോശമായിട്ട് കിടക്കുന്ന റോഡൊക്കെ. പിന്നെ സത്യം പറയുന്നത് നാഗാലാൻഡ് തന്നെയാണ്, എങ്കിലും ബോർഡർ സ്ഥലം ആയതുകൊണ്ടാണ് ഇവർ ഇത്രയും വൃത്തികേടായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് ഇവിടെ എഴുതി വെച്ചിരിക്കില്ലേ, വേസ്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപ ഫൈൻ. പക്ഷെ ഇതൊക്കെ അവിടെ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരൊന്നും നോക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഗുരുദ്വാര തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഗുരുദ്വാരയുടെ ഫ്രണ്ടിൽ എത്തിയിട്ട് എന്തായാലും എന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഗുരുദ്വാരയിൽ വന്ന് അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് ഗുരുദ്വാരയ്ക്കകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ആദ്യം വന്നപ്പോൾ ഗുരുദ്വാരയ്ക്കകത്ത് ആരും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനും നമ്മുടെ രവി ബ്രോയും പിന്നെ ബൽവീന്ദ്ര അവിടെ കിടക്കുകയാണ്. ബൽവീന്ദ്രമായിട്ട് ഇവിടെ ഗുരുദ്വാരയിൽ വന്ന സമയത്ത് ഇവിടെ ഒറ്റ കുഞ്ഞില്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവരും അടച്ചിട്ട് അവർ സത്യം പറഞ്ഞാൽ എല്ലാവരും പോയി കിടന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ പിന്നെ രവി ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് കുറച്ചങ്ങോട്ട് മാറിയിരിക്കാം, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ്. ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ എങ്കിലും ഇവിടെ വല്ലവരും ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് ടോർച്ച് വെച്ചുകൊണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ച് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ വന്ന് ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇവന്മാരെയും വിളിച്ച് അങ്ങനെ അവരും കൂടെ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും അവസാനം 200 രൂപയ്ക്ക് ഈ റൂം സെറ്റാക്കിയെന്നാണ് ബൽവീന്ദ്ര പറഞ്ഞത്. ഈ ഗുരുദ്വാരയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ഇടയിട്ട് ടാഗ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ദീമാപൂരിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ 300 രൂപയോ 200 രൂപയോ ഒരു റൂമിന് അവർ ചോദിച്ചേക്കാം. ഒരു റൂമിലല്ല, സോറി കേട്ടോ, ഒരാൾക്കാണ് 200 രൂപ വെച്ച് അവർ ചോദിച്ചത്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ഏതാണ്ട് ഒരു 10-16 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ ആണെങ്കിൽ 19 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറയുന്നത് ദീമാപൂരിൽ നമുക്ക് എങ്ങനെ കൊഹിമയിലോട്ട് പോകാന്നുള്ള വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗുരുദ്വാരയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഗുരുദ്വാരയുടെ ഒരു റൂം കിട്ടിയിട്ടുണ്ട്. റൂമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളത് ഇപ്പോഴും കാണുന്നത്. ഇന്നലെ ഈ 2 ബെഡ് കണ്ടില്ലേ, ഈ 2 ബെഡിൽ ബൽവീന്ദ്രൻ നമ്മുടെ രവിയുമാണ് കിടന്നത്. ഞാനിവിടെ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ ബെഡ് വരെ അടിച്ചു മാറ്റി ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഇന്നലെ നല്ല അടിപൊളി എന്താ പറയാൻ ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കാപ്പി കുടിച്ചത്. പൂരിയും പിന്നെ കടലക്കറിയുമായിരുന്നു ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ ദീമാപൂർ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഗുരുദ്വാരയിൽ താമസിക്കാൻ കേട്ടോ, നല്ല അടിപൊളി സ്ഥലവുമാണ്. അവർ ഫുഡും തരും, കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം പോയാൽ 300 രൂപ ആവേ ഉള്ളൂ ഇവിടെ ദീമാപൂരിൽ താമസിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ദീമാപൂരിൽ നിന്ന് ബസ്സിൽ നമ്മൾ കൊഹിമയിലോട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നത് രവി. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ താഴെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മളിവിടെ നാഗാലാൻഡ് ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വലുതായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിനിപ്പോൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് പോകുന്നത്. ടിക്കറ്റ് എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കൊഹിമയിൽ നിന്ന് നമ്മുടെ ദീമാപൂരിൽ നിന്ന് കൊഹിമയിൽ പോകാൻ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഇവിടെ നാഗാലാൻഡ് ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് രാവിലെ 8 മണിക്കൊരു ബസ്സുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 8 മണിക്കുള്ള ബസ്സിൽ പോകാൻ പറ്റും. അല്ലെങ്കിൽ 11 മണിക്ക് അകത്ത് ഇവിടെ വരണം നാഗാലാൻഡ് ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ നമുക്ക് അടുത്ത ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഇവിടെ വന്ന് വേണം ടിക്കറ്റൊക്കെ എടുക്കാം കേട്ടോ. നേരത്തെ നമുക്ക് ഓൺലൈനിലൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു, ഇപ്പോഴേ ആ ഒരു സെറ്റപ്പ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ല. എങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം, ഓൺലൈനിൽ കിട്ടുന്നവർ ഓൺലൈനിൽ എടുക്കണം. അല്ലാത്തവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇവിടെ നിന്ന് കൊഹിമയിലോട്ട് പോകുന്ന ബസ് കിട്ടും. നമ്മളിവിടെ നാഗാലാൻഡിൽ നിന്ന് ദീമാപൂരിൽ നിന്ന് ബസ് പോകുന്ന സ്ഥലത്തിൻ്റെ പേരൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇവരവിടെ. അപ്പോൾ ഇന്നേരം നമ്മൾ നമ്പർ 8 നിങ്ങൾ നോക്കിയാൽ മതി. ദീമാപൂരിൽ നിന്ന് കൊഹിമയിലോട്ടാണ് പോകുന്നത്. അവർ വിലയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെമി ആണെങ്കിൽ 120, പിന്നെ സൂപ്പർ ആണെങ്കിൽ 150 രൂപയുടെ ടിക്കറ്റുമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 150 രൂപയുടെ ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ അകത്ത് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ ഡ്രൈവറാണ് അതാ നിൽക്കുന്നത് കേട്ടോ. ഡ്രൈവറാണോ കിളിയാണെന്ന് പറഞ്ഞുകൂടാ, നോക്കണം. നമ്മുടെ സീറ്റ് പുള്ളിക്കാരൻ കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ അകത്തുള്ള സീറ്റും കാര്യങ്ങളാണിത്. അത്യാവശ്യം നല്ല കുശനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷീറ്റ് കൊള്ളാം. ബസ്സും നല്ല അടുത്ത ബസ്സാണ്. പിന്നെ നമ്മുടെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ, കിളിയും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഈ സെറ്റാണ്. പിന്നെ ഞാൻ വിചാരിച്ച് ബൽവീന്ദ്രൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിൻഡോ സീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ കാഴ്ചകളും കാണാം. പണ്ട് നമ്മൾ സൈക്കിൾ ചവിട്ടിയ വഴിയൊക്കെയാണ്. അപ്പോൾ അതിപ്പോഴും പണി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ അന്ന് വഴിയൊക്കെ പോയ സമയത്ത് ഈ റോഡ് ഇതേപോലെ തന്നെ കിടക്കുകയാണ് കേട്ടോ. ഏതാണ്ട് 2-3 വർഷത്തിന് ശേഷവും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പണി കഴിഞ്ഞിട്ടില്ല അവരുടെ. ഈ റോഡൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ വഴിയൊക്കെ ചവിട്ടിയത്. അത്യാവശ്യം ഈ റോഡ് കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കല്ലൊക്കെ നിന്നാണ് ഈ റോഡ് ഇല്ലാതായി. All I want
ബസ്സിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ പുറത്തോട്ടിറങ്ങി നോക്കാം ഇവിടുത്തെ ചായയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. ചായ കിട്ടണമെങ്കിൽ വാങ്ങിച്ച് കുടിക്കാം. നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓൾറെഡി ചായ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ ഫ്രണ്ടായി കേട്ടോ. പുള്ളിക്കാരൻ്റെ വീട് മ്യാൻമറിൻ്റെയും നമ്മുടെ ഇന്ത്യയുടെയും ബോർഡർ വരുന്ന ആ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കൂടെ കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് കൂടെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൽവീന്ദർ കൂടെ ഉള്ളതുകൊണ്ട് ഈസ് മൈ ക്യാമറമാൻ ഓൾവേസ്. താങ്ക് യു മാൻ. आने से दो और उसके बाद तो मैं मना ही सकता. बोरा गेट भी क्लोज है भैया. बोरा गेट भी क्लोज है. इंडिया ये था ना मेरा कोड तो साइड में है. ओके भैया, नाइस मीटिंग यू. मिलेंगे, जरूर आएगा हम. ठीक है. നമ്മൾ ഈ കാണുന്നത് മഞ്ഞല്ല കേട്ടോ, മുഴുവനും പൊടിയാണ്. റോഡിലെ പൊടിയാണ് ഈ പറക്കുന്നത്. രക്ഷയില്ല കേട്ടോ റോഡിൽ പൊടി. സമയം ഇപ്പോൾ കറക്റ്റ് 12 മണിയായിട്ടുണ്ട്. നമ്മളത് ഇപ്പോൾ കൊഹിമയിൽ എത്തിയിരിക്കുകയാണ്. ദീമാപൂരിൽ നിന്ന് കൊഹിമ വരാനായിട്ട് അധികം സമയമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ വണ്ടിയൊന്നും ലേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അടുത്ത് ബസ് പിടിക്കാനുള്ളത് കിസാമയിലോട്ടാണ്. അപ്പോൾ ബസ് രാവിലെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സമയത്ത് ബസ്സില്ല, ഉച്ച സമയത്ത്. അപ്പോൾ എന്തായാലും നമ്മളൊരു 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സാഹചര്യം നോക്കിയിട്ട് മാത്രമേ നമ്മൾ യാത്ര തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവർ ടാക്സിക്കാരാണ് കേട്ടോ. ഇവരിങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കും ടാക്സിയും കാര്യങ്ങളൊക്കെ വേണമെന്ന്. പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നെയ്ച്ചായി പയ്യ. അപ്പോൾ നമ്മുടെ രവി ടാക്സിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്തായാലും നമുക്കൂടെ പുറത്തോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് രണ്ടുപേര് മലയാളി പയ്യന്മാരാണ്. പേരെങ്ങനെ? വിശാൽ. പേര്? രണ്ടുപേരും മലപ്പുറത്ത് നിന്ന് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എത്ര ദിവസം ഉണ്ട് ഇവിടെ കൊഹിമയിൽ? 3 ദിവസം. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ കൊഹിമയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ കൊഹിമയിൽ നിന്ന് നമുക്ക് കൊഹിമ ടൗണിലോട്ട് പോകണം. നമ്മൾ നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്നില്ല, അതാണ് കൊഹിമ ടൗൺ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് കയറി ടൗണിൽ പോയിട്ട് ടൗണിൽ നിന്ന് കിസാമയിലോട്ട് വല്ല വണ്ടി പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അല്ലെങ്കിൽ അവിടെ നിന്ന് ടാക്സി വല്ല അറേഞ്ച് ചെയ്ത് നെയ്ച്ചായി വയ്യ. കൊഹിമ ടൗണിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടൗണിൽ പോയിട്ട് എന്തായാലും കിസാമയിലോട്ട് പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ രവിയും ബൽവീന്ദറും കൂടെ ഇപ്പോൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ടൗണിൽ പോകാം. ടൗണിൽ നിന്ന് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ ഈ ബസ് ഉണ്ടല്ലോ, ഈ ബസ് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. കറക്റ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് അറിഞ്ഞൂടെ. എന്തായാലും ബസ്സിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ആ കൊഹിമയിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്, കൊഹിമ ടൗണിലോട്ട്. നേരത്തെ നമ്മൾ നിന്നത് കൊഹിമ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. താഴെ 2 ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരെണ്ണം ഡൗൺ സൈഡ് വരണതും പിന്നെ ഒരെണ്ണം നമ്മുടെ സിറ്റിക്കകത്ത് വരുന്ന ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ സിറ്റിക്കകത്ത് നമ്മുടെ ഇവിടെ ദീമാപൂരിൽ നിന്ന് നമുക്ക് നേരെ സിറ്റിയിലോട്ട് പോകുന്ന ബസ് കിട്ടില്ല. അത് തൊട്ട് താഴെ കൊണ്ടുവന്ന് നിർത്തും. കൊഹിമ തന്നെയാണ് അതും. അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു ബസ്സുണ്ട്, പിങ്ക് ബസ്. അപ്പോൾ അതിൽ കയറി വേണം നമുക്ക് കൊഹിമ ടൗണിലോട്ട് പോകാനായിട്ട്. ഇവർ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊഹിമയിലാണ്. അപ്പോൾ കൊഹിമയിൽ നിന്ന് നമുക്കിവിടെ നാഗാലാൻഡിൻ്റെ ഒരു സ്റ്റേറ്റ് മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് മ്യൂസിയത്തിലോട്ടാണ് പോകാൻ നിൽക്കുന്നത്. നമ്മൾ ബയ്യയുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നാളെ മാത്രമേ ബസ്സുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡിസംബർ 1 തൊട്ട് ഡിസംബർ 10 വരെ നിങ്ങൾക്ക് രാവിലെ 6 മണി തൊട്ട് രാത്രി 9 മണി വരെ ഇവിടെ നിന്ന് ബസ്സുണ്ട് കിസാമയിലോട്ട്. ഓക്കെ. ഇത് മെയിൻ ടൗൺ ആണ് കേട്ടോ, കൊഹിമയുടെ മെയിൻ ടൗൺ ആണ്. അപ്പോൾ ഇവിടെ നാഗാലാൻഡിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഉണ്ട്. Kisama. I think per head 150 or 200 maybe. Oh, 200. Okay. Yeah. For Kisama from here. Kisama to here. Oh, okay. So from here to the distance will be 11 kilometers. Okay. ഇവർ 100 രൂപ തൊട്ട് 150 രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നിന്ന് കിസാമയിലോട്ട്. അപ്പോൾ ഇന്ന് ബസ്സില്ല. നാളെ തൊട്ട് ഡിസംബർ 1 തൊട്ട് ഡിസംബർ 10 വരെ നമുക്ക് രാവിലെ 6 മണി തൊട്ട് 9 മണി വരെ ബസ് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും നാഗാലാൻഡ് സ്റ്റേറ്റ് മ്യൂസിയം ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് മ്യൂസിയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് വരുന്നത്. ബസ്സൊക്കെ നല്ല അടിപൊളിയ ബസ്സാണ് കേട്ടോ. ബസ് സ്റ്റോപ്പും അവർ നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യൽ ആളാണ് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ലെറ്റ്സ് ഗോ. നമ്മളിതാ ഇവിടെ നിന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ്ട് 2 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാഗാലാൻഡ് മ്യൂസിയം കാണാനായിട്ട്. നമ്മൾ മ്യൂസിയത്തിലോട്ട് നടന്നു പോകുന്ന വഴി കണ്ട കാഴ്ചയാണ്, ഒരു രക്ഷയില്ല, അടിപൊളി. അങ്ങനെ നമ്മൾ നടന്ന്
3 കിലോമീറ്ററോളം നടന്നു കേട്ടോ. അവസാനത്തെ മ്യൂസിയം എത്തിയിട്ടുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 19 ഡിഗ്രിയാണ്. എങ്കിലും നമ്മൾ വേർത്ത് കുളിച്ചിട്ടുണ്ട്, ഞാനും രവിയും നമ്മുടെ വൽവീന്തറും. കാര്യം പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ നടന്നു കേട്ടോ. ഈ നാഗാലാൻഡ് ആണെങ്കിൽ മുഴുവനും തേരിയല്ലേ, തേരി എന്ന് പറയുമ്പോൾ മുഴുവനും കയറ്റമാണ്. കയറ്റത്തിൽ കൂടെ ബാഗും വെച്ചുകൊണ്ടാണ് നടന്നത്. അപ്പോൾ എന്തായാലും നമ്മളിനി മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എത്ര രൂപയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം കേട്ടോ. Nice, very nice museum. Okay. We stayed 1.5 hours here. It's so interesting. Okay. Where are you from? Austria. Austria. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. മ്യൂസിയത്തിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലോ ചെയ്യില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കാതെയാണ് കയറുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് 100 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഫോണിൽ ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ, നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അവർ 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിന് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടുമായിരിക്കും. നമ്മൾ സംസാരിച്ച് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നാഗാലാൻഡിലുള്ള ആൾക്കാരുടെ വസ്ത്രധാരണവും പിന്നെ ആൾക്കാർ മരിക്കുമ്പോൾ ചെയ്യുന്ന ചടങ്ങുകളിനെയും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് കയറി നോക്കാം. നമ്മളിത് ഇപ്പോഴും കാണുന്നില്ല, ഇതൊക്കെ ഇവരുടെ പഴയ വസ്ത്രമാണ് ഇവരിവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ഈ ഡോക്യുമെൻ്ററി വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് 1000 രൂപയാണ് വരുന്നത് കേട്ടോ. അവിടെ ഇതിൻ്റെ അകത്ത് ഡോക്യുമെൻ്ററി എടുക്കണമെങ്കിൽ നമുക്ക് 1000 രൂപ നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അകത്ത് കയറി വരുമ്പോഴും കാണുന്ന അവരെ തുണിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മ്യൂസിയം അതാണ് ഈ നാഗാലാൻഡിലുള്ള ആൾക്കാരുടെ വസ്ത്രധാരണമാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നാഗാലാൻഡിൽ 16 തരത്തിലുള്ള ട്രൈബ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വസ്ത്രധാരണം, ഓരോ ആൾക്കാരുടെ വസ്ത്രധാരണം വ്യത്യാസമാണ്, ഭാഷ വ്യത്യാസമാണ്. നിങ്ങൾക്കത് ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഇവരുടെ പഴയ വാഹനം കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഫോട്ടോ വരെ അവർ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കൊച്ച് അതിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് വേറൊരു കൊച്ച് ഇങ്ങനെ ഉരുട്ടി പോകുന്നത്. ഇത് നമ്മളെ ലോങ് ജമ്പിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് ഇത് അവരോട് ചെയ്തിരിക്കുന്നത്. ഹൈ ജമ്പ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് അല്ല, ഹൈ ജമ്പ്, സോറി. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കണം വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ വടം വലിക്കില്ലേ, അപ്പോൾ അതിൻ്റെ വേറൊരു വെർഷനാണ് നമ്മളിത് ഇവിടെ ഈ കാണുന്നത്. ഇവരെല്ലാം ഗെയിമാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. ഓരോ തരത്തിലുള്ള മത്സരങ്ങളും കളികളും ഉള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവരുടെ നമ്മളിത് ഇപ്പോഴും കാണുന്നത് കട്ടിലാണ് കേട്ടോ. ഈ കട്ടിലിൽ കമ്മ്യൂണിറ്റി ബെഡ് എന്നാണ് ഇത് പറയുന്നത്. കമ്മ്യൂണിറ്റി ബെഡ് എന്ന് പറയുമ്പോൾ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ആൾക്കാർ ഇത് ഇവിടെ കിടക്കും. പിന്നെ ഇത് ഒറ്റ തടിയിൽ ഉണ്ടാക്കിയ ഒരു കട്ടിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ വിശദവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളിത് പറഞ്ഞില്ലേ, ഇവിടെ കൂടുതലും ഇവരുടേതായ വസ്ത്രധാരണങ്ങൾ, പിന്നെ ഇവർ പണ്ട് വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പച്ചകുത്താൻ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻസൊക്കെയാണ് ഇവരുടെ കൂടുതലും നമുക്ക് ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ഇത് വില കൂടിയ കല്ലുകളാണ് കേട്ടോ. പണ്ട് ഈ കല്ലുകൾ വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പൈസക്കാരായിട്ടുള്ള ഉണ്ടായിരുന്നത്. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, മുഴുവനും തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ മേൽത്തട്ടൊക്കെ. നമ്മളിത് ഇപ്പോഴീ കാണുന്നില്ലേ, ഇത് നാഗാലാൻഡിലുള്ള ഓരോ ട്രൈബ്സിൻ്റെയും വീടുകളാണ് കേട്ടോ. 16 ട്രൈബ്സ് ഉണ്ട്. 16 തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഈ മ്യൂസിയത്തിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ വീഡിയോ എടുത്ത് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ നമ്മളിത് ഇപ്പോഴീ കാണുന്നത് ഹംഗാമി ട്രൈബിൻ്റെ വീടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊഹിമയിൽ കാണുന്നത്. നമ്മളിത് ഇപ്പോഴീ കാണുന്നില്ലേ മെഡൽ, ഇത് പണ്ട് ബ്രിട്ടീഷുകാരോട് വന്ന സമയത്ത് ഇവിടെ നാഗാലാൻഡിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മെഡലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് മനസ്സിലാവും. ഇതാണ് ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇതിൻ്റെ പിറകു വശം വരുന്നത് നമ്മളിത് ഇവിടെ ഈ കാണുന്നത് ഇവർ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ വലിയ പാത്രം കണ്ടില്ലേ, അതാണെങ്കിൽ ഈ കപ്പിൾസും ഒരുപാട് പേരുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പാത്രം തൊട്ടിട്ട് അത്യാവശ്യം പൈസക്കാരുടെ പാത്രം വരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണേ. അത്യാവശ്യം നല്ല പൈസക്കാർ ഉപയോഗിച്ചിരുന്ന പാത്രമാണ് ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ. അപ്പോൾ നമ്മൾ ഈ കാണുന്നില്ലേ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം കാണുന്നില്ലേ ആയുധം, ഇത് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഈ പൈസക്കാരും അത്യാവശ്യം പൈസക്കാരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ വെൽത്തി മെൻസ് ഉപയോഗിച്ചിരുന്നിരുന്ന സാധനങ്ങളാണ്. പിന്നെ 2 തൊട്ട് 7 വരെ ഉപയോഗിച്ചിരുന്നത് ഇവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ. വി ക്യാൻ ഷോ ദിസ് ചെയ്യൂ.
അപ്പോൾ രവി ഇത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് നമ്പർ. അപ്പോൾ 2 തൊട്ട് 7 വരെ ഡാൻസ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. 8ാമത്തെ നമ്പറാണ് ഹണ്ടിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ 9ാമത്തെ ആയുധം എന്ന് പറയുമ്പോൾ അത് മൾട്ടിപർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മ്യൂസിയം മുഴുവനായിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ പോലും തികയാതെ. കൊഹിമയിൽ വരുന്ന ആളാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. നിങ്ങൾ എന്തായിരുന്നാലും ഇവിടെ വരണം. Is it right now? Yes, only we can show like few things in camera. But if you are coming here, you can explore more. Yeah, lots of things we can explore. Yeah. നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഫീലിങ്സ് അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് എല്ലാം എടുത്ത് കാണിച്ചു തരില്ലായിരിക്കും, എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ടാക്സി എന്തെങ്കിലും എടുത്തിട്ട് നേരെ കിസമയിലോട്ട് പോകണം. ബസ്സില്ല. കാര്യം നമ്മൾ നേരത്തെ വന്ന സമയത്ത് നമ്മൾ ചോദിച്ചപ്പോൾ ബസ്സില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിനി ടാക്സി എടുക്കണം. എത്ര രൂപയാണെന്ന് നോക്കണം ടാക്സിക്ക്. അപ്പോൾ നമ്മളിനി കിസമയിലോട്ടാണ് പോകുന്നത്. എന്തായാലും കിസമയിലോട്ട് പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. നമ്മൾ ആ ടാക്സിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 3 പേരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആ സ്ഥലം വരെ പോകാനായിട്ട് 550 രൂപയാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. സോ ഇറ്റ്സ് ലൈക്ക് 550 ഫോർ. പിന്നെ ഇത് 550 രൂപ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. രാത്രി ആയതുകൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളായതുകൊണ്ടാണ് അവർ 550 രൂപ വാങ്ങിക്കുന്നത്. ഇന്നാണെങ്കിൽ ബസ്സില്ല. പക്ഷേ നാളെ ഉണ്ടല്ലോ, നാളെ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ നമുക്ക് ബസ് ഇവിടെ നിന്നുണ്ട്. 130 140 രൂപയേ ആവുന്നുള്ളൂ. നമ്മളിത് ഇപ്പോൾ നിൽക്കുന്നത് ജപ്പു ബ്രദറിൻ്റെ ക്യാമ്പിംഗ് സൈറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊഹിമയിൽ നിന്ന് നമ്മൾ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ഞാൻ ടാക്സിക്കാരനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ 550 രൂപയാണ് ചോദിച്ചത് അവിടെ നിന്ന് നമുക്ക് ജിപ്പു ബ്രദറിൻ്റെ ക്യാമ്പിംഗ് സൈറ്റ് വരെ വരാനായിട്ട്. അപ്പോൾ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ വിശദമായിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ഫയറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പല്ലേ, അപ്പോൾ തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് നേരെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ, നമ്മൾ അവിടെയാണ് ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി നേരെ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ടെൻറ്റിൻ്റെ അകത്ത് കയറുന്നു, കടന്നുറങ്ങുന്നു. നാളെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ക്യാമ്പിംഗ് സൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് അടുത്ത വിശേഷങ്ങളും കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്നും സ്ഥലത്തിൻ്റെ പേരും ഒക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ബൈ ഫോർ നൗ, ബൈ.